കാലത്ത് ഏറ്റവും നല്ല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു കാനഡയും ഇന്ത്യയും. എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഹർദീപ് സിംഗിന്റെ കൊലപാതകത്തിന് ശേഷം വൻ വിവാദങ്ങളാണ് രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. ഇപ്പോഴിതാ 2025 ഏപ്രിൽ 28 നടക്കുന്ന കാനഡയുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ മാത്രമല്ല, ചൈനയും റഷ്യയും പാകിസ്ഥാനും ഇടപെടാൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യ ഏജൻസി കനേഡിയൻ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. വിദേശ രാജ്യങ്ങൾ കാനഡയുടെ ഇലക്ഷനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഫലങ്ങളെ സ്വാധീനിക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നും കനേഡിയൻ സ്പൈ ഏജൻസി ഉദ്യോഗസ്ഥൻ സർക്കാരിനെ അറിയിച്ചു. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യയും കാനഡയുമായുള്ള ബന്ധം വഷളായിരുന്നു. എന്നാൽ മാർക്ക് കാർണി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയുടെ രാഷ്ട്രീയത്തെ വൃത്തികെട്ട രാഷ്ട്രീയം എന്ന് വിളിച്ച് പരിഹസിക്കുകയും US കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ താരിഫുകൾ ഉയർത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കനേഡിയൻ സർക്കാർ മുൻകൂട്ടി തീരുമാനിച്ചതിനേക്കാൾ നേരത്തെ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കാനഡയുടെ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ലെന്നാണ് ഇന്ത്യയും ചൈനയും വ്യക്തമാക്കിയിട്ടുള്ളത്. ജനുവരിയിൽ ഇന്ത്യൻ സർക്കാർ കനേഡിയൻ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കനേഡിയൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്നും ഇന്ത്യ ഈ പ്രസ്താവനയെ നിരസിച്ചിരുന്നു. ഇപ്പോൾ പുറത്തുവന്ന കനേഡിയൻ സ്പൈ ഏജൻസിയുടെ പുതിയ റിപ്പോർട്ടിനെതിരെയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. കാനഡ സ്വന്തം പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സ്വന്തം പ്രവർത്തികളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇന്ത്യ പ്രതികരിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് കാനഡയാണെന്നും കാനഡയുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധ കുടിയേറ്റത്തെയും സംഘടിത കുറ്റകൃത്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. കനേഡിയൻ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നതിൽ ഇന്ത്യക്ക് പങ്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2019 2021 കാനഡയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും ചൈനയും ഇടപെടാൻ ശ്രമിച്ചപ്പോൾ കാനഡ വേഗത്തിൽ പ്രതികരിച്ചില്ലെന്നും ആ തെരഞ്ഞെടുപ്പുകളിൽ വിദേശ രാജ്യങ്ങളുടെ സ്വാധീനം തടയാൻ കാനഡ ശക്തമായ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ സംഭവിച്ചതെന്നും അധികാരികൾ പറഞ്ഞു. വിദേശ രാജ്യങ്ങൾ കാനഡയുടെ തെരഞ്ഞെടുപ്പിനെ തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പൊതുജനാഭിപ്രായം മാറ്റിമറിക്കുകയും വോട്ടർമാരെ വ്യത്യസ്ത രീതികളിൽ സ്വാധീനിക്കുകയും ചെയ്യുമെന്ന് കനേഡിയൻ സ്പൈ ഏജൻസിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കാനഡയുടെ ജനാധിപത്യത്തെ തകർക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കനേഡിയൻ സ്പൈ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയെ കൂടാതെ ഇന്ത്യക്കും കനേഡിയൻ സമൂഹങ്ങളിലും ജനാധിപത്യ പ്രക്രിയയിലും ഇടപെടാനുള്ള ഉദ്ദേശവും കഴിവുമുണ്ടെന്ന് കനേഡിയൻ സർക്കാരിന് മനസ്സിലായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കാനഡ ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വർഷങ്ങളായി നിലനിന്നിരുന്ന ഇന്ത്യ കാനഡ സൗഹൃദ ബന്ധം അവസാനിച്ചത്. എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾ, സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് കാനഡ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് കനേഡിയൻ കാർഷിക ഉപകരണങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ചൈനയും പുതിയ താരിഫുകൾ ചുമത്തിയിരുന്നു. കൂടാതെ 4 കനേഡിയൻ പൗരന്മാരെ മയക്കുമരുന്ന്, കള്ളക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇത് കാനഡയും ചൈനയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഇല്ലാതെയാക്കി. വിദേശ സർക്കാരുകൾ മറ്റ് രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവയുടെ സ്വാധീനം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് സർക്കാർ ജനങ്ങളോട് പറഞ്ഞു. എന്നിരുന്നാലും ഈ പ്രവർത്തനങ്ങൾ വോട്ടിംഗ് സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയിൽ വോട്ട് ചെയ്യാൻ അനുവാദമുള്ള എല്ലാവരും രാജ്യത്തെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കണമെന്നും മറ്റ് വിദേശ രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കരുതെന്നും സർക്കാർ വ്യക്തമാക്കി.